അപ്പോൾ മറ്റന്നാളാണ് തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം തുടങ്ങും. നമുക്കിപ്പം അവിടെ നിന്ന് ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, തൃശ്ശൂർ വലിയ പൂരാവേശത്തിലായിരിക്കും, വലിയ ആഘോഷമായിരിക്കും അവിടെ. ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. വെടിക്കെട്ടിന് ഒരുപാട് സസ്പെൻസുകൾ ഒളിച്ചിരിപ്പുണ്ട്. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പാറമേക്കാവ് വിഭാഗമാണ് ഇത്തവണ ആദ്യം സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തുക. വർണ്ണ ശ്രവ്യ വിസ്മയം തന്നെയായിരിക്കും ഇന്ന് തൃശ്ശൂരിൻ്റെ ആകാശത്തുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. കാരണം നമ്മൾ ആ വെടിക്കെട്ട് പുരയിലെല്ലാം പോയി ആ കാര്യങ്ങളെല്ലാം തന്നെ അവർ ഒരുക്കി വെച്ച ആ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ നിരത്തിയിരിക്കുന്നതാണ്. അതായത് ഈ വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതിന് മുൻപായി അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയാണ്. ആദ്യം മറുഭാഗത്താണ്, അതായത് അതായത് തെക്ക് കിഴക്ക് ഭാഗത്താണ് ഇത്തരത്തിൽ പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട്. എന്തായാലും വെടിക്കെട്ടിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ സാധിക്കും. ശ്രീധരനുണ്ട് എന്നോട് കൂടെ. ഇത്തവണത്തെ വെടിക്കെട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഇതിനൊരു മത്സര സ്വഭാവം ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ അതിനൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. സൗഹൃദ മത്സരം രണ്ടും പൊട്ടിക്കുന്ന ഒരാളാണ്. മുണ്ടത്തിക്കോട് സതീഷ് എന്ന് പറഞ്ഞ ആളാണ് ഇത്തവണ 2 വെടിക്കെട്ടിനും കരാറെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു എത്രത്തോളം മത്സര സ്വഭാവം ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വർണ്ണ വിസ്മയം ഉണ്ടാവും. നമ്മൾ ഈ കുടമാറ്റത്തിന്റെ കേസിലൊക്കെ നമ്മൾ പറയാറുണ്ട്, അതിൽ വല്ലാത്ത സസ്പെൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ കാണാം, നമ്മൾ ആകാശത്ത് പൂ പൊട്ടി വിടരുന്നു, അതുപോലെ തന്നെ ദേശീയ പതാക വരുന്നു, ചന്ദ്രയാന്റേത് വരുന്നു. അങ്ങനെ പല 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 രൂപങ്ങളൊക്കെ വെടിക്കെട്ടിൽ ഉണ്ടാകാറുണ്ട്. അതിനും വലിയ കലാകാരന്മാർ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുടമാറ്റത്തിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ്, വളരെയധികം സസ്പെൻസ് നിറഞ്ഞ കാര്യമാണ്. പല സമയത്ത് അമ്പരന്ന് പോകുന്ന രീതിക്ക് തന്നെയാണ് ഈ വെടിക്കെട്ടിൽ നിന്ന് ഈ ഓരോ സമയത്തും ഉണ്ടാകുന്നത് അല്ലെ? തീർച്ചയായിട്ടും. അത് നമ്മൾ ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ വട്ടത്തിന്റെ ഉള്ളിലാണ് ഇത്രയും വലിയ സാധനം പൊട്ടിക്കുന്നത്. ഇത് പൊട്ടിക്കുമ്പോൾ പോലും അതിന്റെ സേഫ്റ്റി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ്, പെസോ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇവിടെ വെടിക്കെട്ട് എല്ലാ വർഷവും നടത്താറുണ്ട്. മുൻകാലങ്ങളിൽ അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ കുറെ കാലമായി വളരെ മികച്ച രീതിയിൽ. പണ്ടൊക്കെ ഞങ്ങൾ ഈ റോഡിൽ നിന്നാ വെടിക്കെട്ട് കണ്ടിരുന്നത്. ഇപ്പൊ ഈ റോഡിലേക്കൊന്നും സാധാരണ ആരെയും പ്രവേശിപ്പിക്കില്ല. നിൽക്കാൻ പറ്റില്ല. ഈ പെസോന്റെ എല്ലാ നിയന്ത്രണവും. അതായത് എവിടെയാണോ വെടിക്കെട്ട് നടക്കുന്നത് അവിടുന്ന് 100 മീറ്റർ പരിധി, അതിക്ക് അപ്പുറത്ത് മാത്രമേ ആളുകൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതായത് റൗണ്ടിൽ നിന്ന് ആ വെടിക്കെട്ട് നടക്കുന്ന മേഖലയിൽ നിന്ന് 100 മീറ്റർ പരിധി, അത് റൗണ്ടിന്റെ ഏതൊക്കെ ഭാഗം 100 മീറ്റർ പരിധിയിൽ വരും, അവിടെയൊന്നും ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകളുടെ കാണികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ഒരു പരാതിയുള്ളത്, വെടിക്കെട്ട് ഇവിടെ നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, പിന്നെ എന്തിനാണ് പൊട്ടിക്കേണ്ടത്? പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു സേഫ്റ്റി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന കുറെ സ്ഥലങ്ങൾ, നിൽക്കാൻ പറ്റുന്ന ചില കെട്ടിടങ്ങൾ, ഇതൊക്കെ കൃത്യമായി തന്നെ മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഏരിയ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, നിരവധി സ്ഥലങ്ങളിൽ ഈ കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്.